കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള പുതിയൊരു അവസരം കൂടി ഇപ്പോൾ CSIR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ചിലേക്ക് വിളിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 20/5/2026 അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് 19/6/2026 വരെ അപേക്ഷിക്കാനായിട്ടും സാധിക്കുന്നതാണ്. സോ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മെൻ ആൻഡ് വുമൺ ഒരുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് 2ലേക്കുള്ള ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ലെവൽ 2 ആണ്. പേ സ്കെയിൽ 19,900 മുതൽ 63,200 വരെയൊക്കെ ശമ്പളം ലഭിക്കും. 28 വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. സോ വന്നിട്ടുള്ള പോസ്റ്റ് കോഡ് ആദ്യം കൊടുത്തിട്ടുണ്ട്. 2006/001 എന്ന് കൊടുത്ത് കാണാൻ സാധിക്കും. ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ സെയിം ആണ്. പക്ഷേ ഇവിടെ വരുന്ന പോസ്റ്റിനനുസരിച്ച് അതിൻ്റെ ട്രേഡ് മാറുമെന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് അപേക്ഷിക്കാൻ SSLC 10ാം ക്ലാസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിന് തത്തുല്യം. അത് സയൻസ് സബ്ജക്റ്റോട് കൂടി ഉണ്ടായിരിക്കണം. 55% മാർക്കും മിനിമം വേണം. സയൻസ് സബ്ജക്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. 55% മാർക്കും 10ാം ക്ലാസ്സിൽ മിനിമം ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് ITI സർട്ടിഫിക്കറ്റും കൂടി ഈ ട്രേഡിൽ വേണം. ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്സിലുള്ള ITI സർട്ടിഫിക്കറ്റ് കൂടി വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് മിനിമം 55% മാർക്കോട് കൂടി 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ട്രേഡിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ 50% മാർക്കോട് കൂടി സയൻസ് സബ്ജക്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അത് പറയാത്തത്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇതൊക്കെ 10ാം ക്ലാസ്സിൽ എല്ലാവരും എടുത്ത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. 55% മാർക്ക് നിർബന്ധമായിട്ട് വേണം. അതിൻ്റെ കൂടെ തന്നെ 3 ഇയർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു മെക്കാനിക്കലി ഇതിൽ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ മിനിസ്ട്രി അല്ലെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓർഗനൈസേഷൻ ഓർ പബ്ലിക് സെക്ടർ എവിടെ നിന്നാണെങ്കിലും മതി എന്ന് പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞത് എക്സ്പീരിയൻസ് ആസ് എ അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, രണ്ടാമത് പറഞ്ഞ അപ്രൻറ്റീസ് ട്രെയിനി ആണ്. മൂന്നാമത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ അല്ലെങ്കിൽ ഓട്ടോണമസ് ബോഡി അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ളത് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 3 ക്വാളിഫിക്കേഷനിൽ 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഈ ട്രേഡിലുള്ള ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ITI സർട്ടിഫിക്കറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 3 ഒഴിവുകളാണ് കേട്ടോ ഉള്ളത്. അതുപോലെ അടുത്ത പോസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സർവേയർ. അതുപോലത്തെ സർവേയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അതിന് 10ാം ക്ലാസ്സും ആ ഒരു ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 3 ക്വാളിഫിക്കേഷൻ തന്നെ. പക്ഷേ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഒന്നിക്കൽ അതിൻ്റെ ITI വേണം. അതെല്ലാന്നാണ് 10ാം ക്ലാസ്സിൻ്റെ കൂടെയാണ്. അതെല്ലാന്നാണെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതെല്ലാന്നാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി 10ൻ്റെ കൂടെ. അങ്ങനെ ഉണ്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഫിറ്ററാണ്. നേരത്തെ പറഞ്ഞ അതേ സെയിം ക്വാളിഫിക്കേഷൻ. 10 ITI ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. എല്ലാം നേരത്തെ പറഞ്ഞ 2 ക്വാളിഫിക്കേഷൻ ഉണ്ട്. വെൽഡർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ക്വാളിഫിക്കേഷൻ. ഇവിടെ എത്ര വേക്കൻസി ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതും കൂടി നിങ്ങൾ നോക്കുക. കാർപ്പൻറ്റർ വന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. വയർമാൻ വന്നത് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ക്വാളിഫിക്കേഷൻ, മാറ്റമൊന്നുമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷണർ വന്നത് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക്. അതുപോലെ ട്രാക്സ്മാൻ സിവിൽ വന്നത് കാണാൻ സാധിക്കും. ഒരു വേക്കൻസി EWSനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് ഇവിടെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വന്നത് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ട്രാക്സ്മാൻ വന്നത് കാണാൻ സാധിക്കും. ആ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിന് ഏജിൽ 5 വർഷത്തെ ഇളവ് SC/STക്കും 3 വർഷത്തെ ഇളവ് OBCക്ക് നൽകുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ എത്ര ഏജ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏജ് റിലാക്സേഷൻ കൂടി നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. സോ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കേണ്ട ലിങ്ക്, പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം എക്സാം ആണ് വരുന്നത്. എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് 41ാമത്തെ പേജിലായിട്ട് കൊടുത്തതും കാണാൻ സാധിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.